എൻ്റെ 25ാം പിറന്നാളായിരുന്നു അന്ന്. അതിഗംഭീരമായി ആഘോഷിക്കാൻ ഞാനും എൻ്റെ 3 സുഹൃത്തുക്കളും കൂടി മൂന്നാറിലെ കാടിനുള്ളിൽ ഒരു റിസോർട്ടിലേക്ക് യാത്ര തിരിച്ചു. രാജ്, ദേവു, മീനു ഇവരാണ് എൻ്റെ ഫ്രണ്ട്സ്. രാജാണ് വണ്ടി ഓടിച്ചത്. ഒരു വൈബ് മൂടിനായി എല്ലാവരും അല്പം മദ്യം കഴിച്ചിട്ടാണ് യാത്ര തിരിച്ചത്. ലഹരിയുടെ ആവേശത്തിൽ അമിത വേഗതയിലായിരുന്നു കാർ പാഞ്ഞിരുന്നത്. പലരെയും ഓവർടേക്ക് ചെയ്യുമ്പോഴും രാജിൻ്റെ കോൺഫിഡൻസ് കൂടിക്കൂടി വന്നിരുന്നു. പെട്ടെന്നാണ് വളവ് തിരിഞ്ഞൊരു വലിയ ടൂറിസ്റ്റ് ബസ് ഞങ്ങളുടെ മുന്നിലേക്ക് പാഞ്ഞു വന്നത്. കൂട്ടിയിടിക്കുമെന്നുറപ്പായ നിമിഷം കാർ വെട്ടിച്ചു മാറ്റി ഞങ്ങൾ തലനാരൊഴുക്കി രക്ഷപ്പെട്ടു. മരണത്തെ മുഖാമുഖം കണ്ടതിൻ്റെ നടുക്കമുണ്ടായിരുന്നെങ്കിലും അപകടമൊന്നും സംഭവിച്ചില്ലല്ലോ എന്നാശ്വസിച്ച് ഞങ്ങൾ വണ്ടി മുന്നോട്ടെടുത്തു. എന്നാലും രാജ്, നീ പൊളിയാണ്. നിങ്ങൾക്ക് പകരം ഞാനായിരുന്നുവെങ്കിൽ നമ്മളിപ്പോൾ പടമായേനെ. ഞാനൊരു തമാശ പറഞ്ഞു. എല്ലാവരെയും ഒന്ന് കൂളാക്കി. രാത്രി വൈകി ഞങ്ങൾ ആ വനപ്രദേശത്ത് റിസോർട്ടിൽ എത്തിച്ചേർന്നു. അവിടെ ഞങ്ങൾ 4 പേരല്ലാതെ മറ്റൊരു ഗസ്റ്റും ഉണ്ടായിരുന്നില്ല. ആകെ ഒരു കെയർ ടേക്കർ ഉണ്ട്. ഞങ്ങൾക്കുള്ള ഫുഡും കേക്കും മുറിക്കാനുള്ളതെല്ലാം സെറ്റാക്കി തന്നിട്ട് പുള്ളിക്കാരൻ കിടക്കാൻ പോയി. പാതിരാത്രിയിൽ കേക്ക് മുറിക്കാനായി ഞങ്ങൾ തയ്യാറെടുക്കുമ്പോഴാണ് പെട്ടെന്ന് കറണ്ട് പോയത്. എങ്ങും കൂരിരുട്ട്. അപ്പോൾ ഭയാനകമായ ശബ്ദത്തോട് ഒരു ഇടിവെട്ടി. ആ മിന്നൽ വെളിച്ചത്തിൽ ഞാൻ ഒന്ന് നിർത്തി. മുറ്റത്ത് കുറച്ച് കറുത്ത രൂപങ്ങൾ നിൽക്കുന്നു. ഞാൻ കണ്ണുകൾ തിരുമ്മി ഒന്നുകൂടി നോക്കിയപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അതെൻ്റെ തോന്നലാകാമെന്ന് കരുതി ഞാൻ അത് കാര്യമാക്കിയില്ല. പെട്ടെന്ന് കെയർ ടേക്കറുടെ ശബ്ദം കേട്ടു. സാറേ, ഒരു 2 മിനിറ്റ്, ഞാൻ ജനറേറ്റർ ഓണാക്കാം. നിങ്ങൾ അവിടെ തന്നെ നിൽക്ക്. കുറച്ച് കഴിഞ്ഞപ്പോൾ ജനറേറ്റർ ഓണായി. ലൈറ്റുകൾ തിരികെ വന്നു. അങ്ങനെ കേക്കെല്ലാം മുറിച്ച് എല്ലാവരും അടിച്ചു പൊളിച്ചു. രാത്രി എത്ര മണിയായി എന്ന് എനിക്ക് ഓർമ്മയില്ല. എപ്പോഴോ ഞാൻ എൻ്റെ മുറിയിലേക്ക് പോയി. വാതിൽ തുറന്ന് ലൈറ്റ് ഓണാക്കി. എങ്ങനെങ്കിലും ഉറങ്ങിയാൽ മതിയെന്നായി. ലൈറ്റ് ഓഫ് ചെയ്തു. ഇനി ലൈറ്റ് ഓഫ് ചെയ്യണ്ട. എനിക്ക് വല്ലാതെ പേടിയായി. ലൈറ്റ് ഓഫാക്കാതെ ഞാൻ കിടന്നു. എനിക്ക് ഉറക്കം വരുന്നില്ല. ഇനി എങ്ങാനും കറണ്ട് പോയാലോ? ഞാൻ എഴുന്നേറ്റു. അപ്പുറത്തെ മുറിയിൽ മീനുവാണ്. അവളുടെ മുറിയിൽ പോയി കിടക്കാം. ഞാൻ മീനുവിൻ്റെ മുറിയിൽ പോയി കതകിൽ തട്ടി. പക്ഷെ അവൾ കതക് തുറന്നില്ല. ഞാൻ മെല്ലെ കതക് തള്ളി നോക്കി. അത് പൂട്ടിയിട്ടില്ല. കതക് തുറന്നു. ഞാൻ ലൈറ്റ് ഇട്ടു. ഞാൻ കണ്ട കാഴ്ച, സീലിംഗ് ഫാനിൽ കെട്ടിത്തൂങ്ങിയ നിലയിൽ ഒരു മൃതദേഹം. അത് മറ്റാരുമായിരുന്നില്ല. ഇതിൻ്റെ ഫുൾ വീഡിയോ യൂട്യൂബിൽ അവൈലബിൾ ആണ്. നമ്മുടെ യൂട്യൂബ് ചാനൽ കിട്ടാനായിട്ട് യൂട്യൂബിൽ പോയി ഡെവിൾ ഇൻസൈഡ് മലയാളം എന്ന് സെർച്ച് ചെയ്താൽ മതി. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.